ഫോറസ്റ്റ് ഏരിയയിൽ പെടുന്നതാണ്. ഈ നദിയുടെ നേത്രാവതിയുടെ അക്കരെ ആ ഭാഗങ്ങളിലാണ് മുഴുവനമായും ഈ മൃതദേഹങ്ങളൊക്കെ കൂടുതലായും കുഴിച്ചിട്ട ഭാഗങ്ങളൊക്കെ അവിടെയാണ്. ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ 15-20 വർഷങ്ങൾക്ക് മുൻപ് വലിയ തോതിൽ മരങ്ങളും ആൾ താമസമില്ലാതെയും ഈ റോഡിലൂടെ വലിയ വാഹനങ്ങളൊന്നും പോകാത്ത സമയത്തായിരിക്കാം ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തത്. അത് രാത്രിയും പകലും കുഴിച്ചിട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇയാളെ ഈ ശുചീകരണ തൊഴിലാളിയുമായി നേരിട്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം അന്ന് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി ഈ സ്ഥലങ്ങൾ അറിയാം, ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് അറിയാം, ഇതെല്ലാം താൻ വെളിപ്പെടുത്തും, അത് സത്യസന്ധമായ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മാത്രം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അതൊരു പക്ഷേ SIT-യിൽ കൃത്യമായ വിശ്വാസമർപ്പിച്ച് SIT-യിൽ ഈ വിവരങ്ങളെല്ലാം കൈമാറി ഒരു പക്ഷേ കോടതിയിൽ രഹസ്യമൊഴിയായി നൽകിയതിന് അപ്പുറം വിവരങ്ങൾ ഇത്തരത്തിൽ ഈ SIT-ക്ക് മുന്നിൽ ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്, ഇന്നും നമ്മൾ കണ്ടത്. അത് DGP വരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നാണ് ഇന്നലെ DGP ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. മാർക്ക് ഇപ്പോൾ പരിശോധന നടക്കുന്ന ഇപ്പൊ മൃതദേഹം കണ്ടെത്തിയ അതേ സ്ഥലത്ത് ഇന്നലെ DGP സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് ഇത്തരം വിവരങ്ങൾ വളരെ രഹസ്യമായി വെക്കണമെന്ന ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ അത് പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഇതിപ്പോൾ പുറത്ത് കൂടുതലായി അറിഞ്ഞത്. കാരണം വളരെ രഹസ്യമായി ഇത് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇത്തരത്തിൽ എല്ലാ പോയിന്റുകളും എവിടെയാണോ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്നത് അത്തരം എല്ലാ പ്രദേശങ്ങളിലും പരിശോധന നടത്തി കൃത്യമായ അന്വേഷണം, ഇതിൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. ഇത് ആരുടേതാണ് മൃതദേഹം എന്നറിയേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത് ചെയ്ത ആൾക്കാരെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ മൊഴി, അതായത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൊഴിയാണ്, ഇത് തന്നെ ഏൽപ്പിച്ചതാര് എന്നത്. ആ സൂപ്പർവൈസർ ഇപ്പോഴും ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം SIT-യുടെ നിരീക്ഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടം വിട്ട് അദ്ദേഹം പോയിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് അതല്ലെങ്കിൽ അദ്ദേഹത്തെ മൊഴി എടുക്കാൻ വേണ്ടി അയാളെ വിളിപ്പിക്കാം. ആ നീചപ്രവൃത്തി ചെയ്ത ഓരോ ആളുകളെയും ഇത്തരത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഈ സൂപ്പർവൈസർ. അയാളായിരിക്കില്ല ഒരു പക്ഷേ ഇതേപോലെ ശുചീകരണ തൊഴിലാളിയെ പോലെ ഇതിന് നിയോഗിക്കപ്പെട്ട ഒരാളായിരിക്കും അയാൾക്കും അപ്പുറം ഇതിൽ ഒരുപാട് സംഘങ്ങളുണ്ട്. ഇപ്പോഴും സജീവമായ ഒരു കൃത്യമായ ക്രിമിനലുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഏറ്റവും നമ്മൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ കണ്ടത് അത്തരത്തിലുള്ള ആളുകളെയാണ്. കഴിഞ്ഞ ഈ SIT-യുടെ അന്വേഷണം തുടങ്ങിയതിന് ശേഷം അത്തരം ആളുകളെയൊന്നും ഇവിടെ കാണാനില്ല. നമുക്ക് ഏത് ഭാഗത്തേക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യം ഇപ്പോഴുണ്ട്. ആളുകൾക്ക് ഭയം കൂടാതെ പുറത്തിറങ്ങാൻ കഴിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ വളരെ നിർണായകമായ മൊഴി നൽകാൻ ഒരാൾ എത്തുന്നു എന്നതാണ്. അത് ആ കാര്യം ന്യൂസ് 18 തന്നെ എക്സ്ക്ലൂസീവായി നാളെ പുറത്തുവിടും. അതോടൊപ്പം 30 മൃതദേഹങ്ങൾ പഞ്ചായത്തിന്റെ ഇത്തരത്തിൽ അടക്കം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാൾ, അയാളും നാളെ പരാതി നൽകുന്നുണ്ട്. അത്തരം എക്സ്ക്ലൂസീവ് വാർത്തകൾ നമ്മൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതായിരിക്കും. കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇവിടുന്ന് വരുന്നുണ്ട്. അത് ഏതായാലും വരും ദിവസങ്ങൾ ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ 6-ൽ നിന്നും പരിശോധന ഏകദേശം പൂർത്തിയായി. 7-ലെ പരിശോധനയാണ് ഇനി അടുത്തത് നടക്കേണ്ടത്. ഒരു പക്ഷേ 7.7-ലും ഇതുപോലെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 7-ലെ പരിശോധന മാത്രമേ ഉണ്ടാകൂ. നാളെ രാവിലെ ആയിരിക്കും 8 പോയിന്റിലെ പരിശോധന നടക്കുക. ആ പോയിന്റ് 8-ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ വികസനം വന്ന് മണ്ണിട്ട് മൂടിയതോ അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയൊന്നും ഇല്ലാത്തൊരു സ്ഥലങ്ങളാണ്. അത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന വനഭൂമി നമുക്ക് കാണാം. അവിടെ മാർക്ക് ചെയ്തത് റോഡിൽ നിന്ന് തന്നെ കാണാം. തെളിവ് നശിപ്പിക്കാതിരിക്കാൻ അവിടെ മാർക്ക് ചെയ്ത സമയം മുതൽ പോലീസിന്റെ സുരക്ഷയുണ്ട്. 2 പോലീസുകാർ 24 മണിക്കൂറുമുണ്ട്. അത് പ്രത്യേകിച്ച് SIT വിഭാഗത്തിൽ വിടുന്ന ധർമ്മസ്ഥല പോലീസല്ല, SIT-യുടെ അംഗങ്ങൾ തന്നെയാണ്. അവരുടെ സുരക്ഷയിലാണ് ഈ 13 ഇടങ്ങളും ഉള്ളത്. അവരുടെ നിരീക്ഷണത്തിലാണുള്ളത്. ഇനി ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളെ ഇതിന് നിയോഗിച്ച ആ ആളെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നതാണ്. അതിനി വൈകാതെ തന്നെ അത്തരം വിവരങ്ങളും നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ അത് വലിയ തോതിൽ ആ പ്രദേശത്തുണ്ടാക്കിയ ക്രമസമാധാന പ്രശ്നമുണ്ട്. അത് ബൈജുവിന് വളരെ കൃത്യമായിട്ട് അറിയാം. മാധ്യമങ്ങൾക്ക് പോലും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ചെന്ന പല ആളുകൾക്കും മർദ്ദനമേറ്റു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നത്. അത്രത്തോളം ദുരൂഹമായ ഒരു സ്ഥലം, അവിടെ ഇത്രയധികം ആളുകളെ കൊന്നു കുഴിച്ചു മൂടുക എന്ന് പറയുന്നത് എത്രത്തോളം സ്വാധീനമുള്ള ആളുകളായി
എന്തായിരിക്കണം? ഇത്ര വലിയ സംഭവങ്ങൾ നടന്നിട്ടും അതൊന്നും പുറത്തു വരാത്തതിൻ്റെ പിന്നിൽ എത്ര സ്വാധീനം ഉപയോഗിച്ചുണ്ടാകണം? അങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു മാധ്യമ പ്രവർത്തനം അത് സാർത്ഥകമാകുന്നത് പലപ്പോഴും ഇത്തരം നിരന്തരമായി വാർത്തകൾ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയിലായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബൈജുവിനൊക്കെ ഭീതിയില്ലാതെ ആ പ്രദേശത്തേക്ക് പോകാനും, ബൈജു അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഭീതിയില്ലാതെ ആ പ്രദേശത്തേക്ക് പോകാനും കൃത്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും പറ്റും സാധിക്കുന്നത്. ബൈജു, അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ടല്ലോ ധർമ്മസ്ഥലയ്ക്ക്. ഇപ്പോൾ അതൊക്കെ മാറി ഏതാണ്ട് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് സ്വതന്ത്രമായി അവിടെ സഞ്ചരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായും ഉണ്ട് രഞ്ജിത്ത്. ഇവിടെ നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാറിനകത്തിരുന്നും മറ്റുമാണ് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയത്. അപ്പോഴും ഈ ഏറ്റവും പ്രധാനം ഈ അതിക്രൂരമായി കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പോലും കാട്ടിക്കൊടുക്കാത്ത ഒരു സാഹചര്യം. അന്ന് ആ ഭാഗത്ത് ബോർഡ് വെച്ച് ഇന്ന് ആളുടെ വീട് എന്ന തരത്തിൽ ബോർഡ് വെച്ചായിരുന്നു അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം. അവർക്ക് പറയാനുള്ളത് ഒരു വേദിയില്ലാത്ത അവസ്ഥ, ആരും കേൾക്കാനില്ലാത്ത അവസ്ഥ, ഏതെങ്കിലും ഒരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവാത്ത അവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിരുന്നത്. ആ സംഘങ്ങളെല്ലാം ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ ഇവിടെ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു പക്ഷേ ഇനി അത്തരം സംഘങ്ങൾക്ക് ഇവിടെ ഇടമില്ല എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ധർമ്മസ്ഥലിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഇത്തരത്തിൽ ഗുണ്ടകളുടെ ഒരു കേന്ദ്രം, ഇവിടെ എത്തുന്ന ആളുകളെ മർദ്ദിച്ച് പണം കൈക്കലാക്കുക, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ഒരു മേഖല, ഒരു സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിഭാഗം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭൂമിക്കായി ഇത്തരത്തിൽ ആളുകളെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തി അതൊരു സാധാരണ വാഹനാപകടമായി മാറ്റുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതെല്ലാം ഓരോന്നായി പുറത്തു കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഏത് ഭാഗത്തും ധർമ്മസ്ഥലയുടെ ഏത് സ്ഥലത്തും ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ വാർത്ത നൽകാനോ കഴിയുന്ന അവസ്ഥ. അത്തരമൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും. നേത്രാവതി പുഴയുടെ, അതായത് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന കൃത്യമായ ആ പോയിന്റ്, അവിടെയാണ് ഇപ്പോൾ നമ്മളും ഉള്ളത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നു. ഏതായാലും ഇത് രാജ്യത്ത് ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവം ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവം അതിന്റെ ചുരുളഴിയുന്നു. അതിന്റെ തുടക്കമാണ് ഈ ഇന്നുണ്ടായ ഈ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സംഭവം. ഇന്ന് ഏതായാലും രാവിലെ തന്നെ ഇങ്ങനെ ഒരു സൂചന ലഭിച്ചിരുന്നു. അത് ഒരുപക്ഷെ SIT വളരെ രഹസ്യമായി ഈ ഇത്തരം നടപടികളിലേക്ക് കടന്ന് ഈ പ്രതികളിലേക്ക് എത്തുക, അത് തന്നെയാണ് SITയുടെ ലക്ഷ്യം. ഏതായാലും ഇനിയുള്ള പരിശോധനയും വളരെ നിർണായകമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കുടിച്ചിട്ട സ്ഥലങ്ങൾ, ഒരുപക്ഷെ ഇനി ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ വരും സമയങ്ങളിലും ഇവിടെ നിന്ന് ലഭിച്ചേക്കാം. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. പരിശോധന വളരെ കൃത്യമായി നടക്കുന്നു. പോലീസിന്റെ ശക്തമായ സുരക്ഷ ഇവിടെ ഒരുക്കുന്ന സാഹചര്യമുണ്ട്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇപ്പോഴും ശക്തമായ മഴയാണ് ഇവിടെ ഉള്ളത്. ആളുകൾ കൂടുതൽ ഈ പ്രദേശത്തേക്ക് വരുന്നു. ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ വാർത്തകൾ പോലും കന്നഡ ജനതയാണ് നമ്മുടെ വാർത്തകൾ ഏറ്റെടുത്തത്. കാരണം അവർക്ക് വേറൊരു മാർഗമില്ലായിരുന്നു ഈ വാർത്ത പുറത്തെത്തിക്കാൻ. അങ്ങനെ സമ്മർദ്ദത്തിലായ ഇവിടുത്തെ കന്നഡ മാധ്യമങ്ങളും ഉൾപ്പെടെ ഈ വാർത്ത ഏറ്റെടുത്തു. ഏറ്റവും ആദ്യം ന്യൂസ് 18 കന്നഡ ചാനലാണ് ഈ വിഷയം സജീവമായി ചർച്ച ചെയ്ത് കൊണ്ടുവന്നത് നമ്മൾക്കൊപ്പം. ഏതായാലും പിന്നീട് എല്ലാവർക്കും ഇത് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് സ്ഥിതി മാറിയത്. വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഏതായാലും ഇതിന്റെ വേഗത വർദ്ധിക്കും. അത് മാത്രമല്ല, ഇയാളുടെ വെളിപ്പെടുത്തലിൽ കൃത്യമായ അയാളുടെ സത്യാവസ്ഥ അത് പുറത്തു വരുന്ന സാഹചര്യം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ SITയുമായുള്ള ഇടപെടൽ SIT പൂർണ്ണ വിശ്വാസത്തെ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിയെന്നാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുഴക്ക് അക്കരെ ഈ വനത്തോട് ചേർന്ന പ്രദേശത്ത് തന്നെ സജീവമായി മഴയെ പോലും വകവയ്ക്കാതെ സംഘം തെരച്ചിൽ അതുമായി ഇപ്പോൾ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ അത് കൃത്യമായ പൈപ്പുകളിലേക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലേക്കും ഒക്കെ മാറ്റുന്നു. ഫോറൻസിക് സംഘം ഇവിടെ നിന്ന് തന്നെ ഇത് പരിശോധിക്കുന്നു. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏതായാലും
വലിയ അന്വേഷണത്തിനൊടുവിൽ, വലിയ തിരച്ചിലുകൾക്കൊടുവിൽ, ഏതായാലും നിരന്തരമായ തിരച്ചിലുകൾ എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ, നിരന്തരമായ തിരച്ചിലിനൊടുവിൽ ഈ വെളിപ്പെടുത്തൽ വിശ്വസിച്ച് അന്വേഷണ സംഘം രൂപീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ നിരാശയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഫലം എന്നതുകൂടി ചേർത്ത് വെക്കണം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലായിരുന്നില്ല കാര്യങ്ങൾ. തെളിവുകളൊന്നും ഇല്ലാതെ പോകുന്നു. പലപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ പച്ചക്കളവാണോ എന്നൊക്കെ ചിന്തിക്കുന്ന തലങ്ങളായിരുന്നു. പക്ഷെ അപ്പോഴും ചില അവശിഷ്ടങ്ങൾ, ചില ഈ ബ്ലൗസുകളുടെ അവശിഷ്ടങ്ങൾ, ചില ATM കാർഡുകൾ, പേഴ്സുകൾ ഒക്കെ അവിടെ നിന്ന് ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ സ്വാഭാവികമായും ചില സ്ഥലങ്ങളിൽ നിന്ന് എപ്പോഴും ലഭിക്കുന്ന ഒന്നാകാം എന്നുള്ള ചിന്തയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്.